അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹലായ ഫദ്ൽ കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകി ഇരുലോക ആഫിയത്ത് നമുക്കും വേണ്ടപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ അൻവാർ ഫസിൻ്റെ കുടുംബം, കമൻറ്റിൽ സന്തോഷം പറയുന്ന, കൽമറച്ച് ദുആ ചെയ്യുന്ന, ലൈക്ക് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ മരിച്ചുപോയവർക്ക് ജന്നത്ത് കൊടുക്കട്ടെ. നമ്മുടെ രോഗങ്ങൾ, കടങ്ങൾ, എല്ലാവിധ അസ്വസ്ഥതകളും അല്ലാഹു മാറ്റി പരിപൂർണമായ സന്തോഷം പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ ആഫാത്ത്, മുസീബാത്തുകൾ, ബലിയാത്തുകൾ, എല്ലാവിധ ശുറൂറുകൾ എല്ലാത്തിനും അല്ലാഹു നമുക്ക് ഹിഫ്ള് നൽകട്ടെ, സലാമത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിൻ്റെ 114 സൂറത്തുകളിൽ 113ാമത്തെ സൂറത്ത്, അതായത് സെക്കൻഡ് ലാസ്റ്റ് സൂറത്ത്, നമുക്കൊക്കെ പരിചയമുള്ള സൂറത്താണ്. പരിശുദ്ധമായ സൂറത്തുൽ ഫലഖ് എന്ന് പറയുന്ന അധ്യായം നമുക്ക് മനപ്പാടുണ്ട്. അത് സാധാരണ നിസ്കാരത്തിലൊക്കെ നമ്മൾ പലപ്പോഴും ഓതുന്ന സൂറത്താണ്. ഒരു ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും സൂറത്തുൽ ഫലഖ്, ഈ സൂറത്ത് ഓതാത്തവർ വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഖുർആൻ ഓതാൻ പറ്റാത്ത പീരീഡ്സിലാണെങ്കിലും ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം കിടക്കാൻ നേരത്ത് വിരിപ്പിലിരുന്നിട്ട് ഓതേണ്ട വിറുതുകളുടെ കൂട്ടത്തിൽ കാവലിൻ്റെ ഒരു ദിക്ർ എന്നുള്ള നെയ്യത്തിൽ ഈ സൂറത്ത് മുടങ്ങാതെ ഓതുന്നവരുണ്ട്, ഓതേണ്ടതുമാണ്. ഈ പരിശുദ്ധമായ സൂറത്തുൽ ഫലഖ് എന്ന് പറയുന്ന അധ്യായം, പുലരി എന്നൊക്കെ പറയും അതിൻ്റെ മീനിങ് പറയുമ്പോൾ, ഈ സൂറത്തുൽ ഫലഖ് എന്ന് പറയുന്ന അധ്യായം പ്രിയപ്പെട്ടവരെ ഖുർആനിൽ നമ്മൾ പറഞ്ഞതുപോലെ 113ാമത്തെ അധ്യായമാണ്. 5 ആയത്തുകളുള്ള കുഞ്ഞു സൂറത്താണ്. മാത്രമല്ല 23 കെലിമത്തുകൾ, വേഡ്സുകൾ, പദങ്ങളാണ് ആ സൂറത്തിനകത്തുള്ളത്. തഫ്സീറിന്റെ കിതാബ് പരിശോധിച്ചാൽ നമുക്കറിയാം, ആ പരിശുദ്ധമായ സൂറത്തിൽ 74 ഹറഫുകൾ കൊണ്ടാണ് മനോഹരമാക്കിയത്. അപ്പം ഹറഫുകളെ പോലും കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് മഹാന്മാരായ ഉലമാക്കൾ, മുഫസ്സിറുകൾ നമുക്ക് മഹത്വം പ്രസന്റ് ചെയ്തു തന്നിട്ടുള്ള സൂറത്താണ് പരിശുദ്ധമായ സൂറത്തുൽ ഫലഖ്. ഈ സൂറത്തുൽ ഫലഖ് യഥാർത്ഥത്തിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി നുസൂലായ സൂറത്താണ്. നന്നായിട്ട് ശ്രദ്ധിക്കണം. സൂറത്തുൽ ഫലഖ് എന്തിനാ ഇറങ്ങിയത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ സബബുൻ നുസൂൽ, അവതരണ പശ്ചാത്തലം വലിയൊരു പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, പ്രശ്നങ്ങൾക്ക് പരിഹാരം ആഗ്രഹിക്കുന്ന ആളുകൾ, എന്ത് പ്രശ്നമായിക്കോട്ടെ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, തീർച്ചയായും സൂറത്തുൽ ഫലഖ് മനസ്സറിഞ്ഞ് പാരായണം ചെയ്താൽ, നല്ല നീയത്തോടെ അതപോടെ പാരായണം ചെയ്താൽ അത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും പരിഹരിച്ചു പോകും. അതാണ് സൂറത്തുൽ ഫലഖിൻ്റെ പ്രത്യേകത. അതായത് നമുക്ക് തഫ്സീറിന്റെ കിതാബിൽ കാണാം എന്താണ് അവതരണ പശ്ചാത്തലം, സബബുൻ നുസൂൽ എന്താ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയെങ്കിലും നശിപ്പിച്ചു കളയാൻ, വകവരുത്താൻ വേണ്ടി ശത്രുക്കൾ 18 അടവും പ്രയോഗിക്കുന്നുണ്ട്. പലരും സിഹർ ചെയ്തു, മാരണം ചെയ്തു. സിഹർ ചെയ്യാൻ നമുക്കറിയാലോ, ഏറ്റവും വലിയ വൻപാപമാണ്. അതായത് പിശാചിനെ കൂട്ടുപിടിച്ച്, പിശാചിൻ്റെ ആളുകളെ കൂട്ടുപിടിച്ച് മാനസികമായി, ശാരീരികമായി ഉപദ്രവമേൽപ്പിക്കുക, വലിയ അപകടങ്ങൾ വരുത്തി വെക്കുക, വലിയ പ്രശ്നങ്ങൾ, രോഗങ്ങൾ ഉണ്ടാക്കുക, തളർത്തിക്കിടത്തുക. എന്തിന്? മരിക്കാൻ പോലും സാധ്യമാകുന്ന തരത്തിലേക്ക് ആളെ കൊണ്ടുപോവുക, നശിപ്പിക്കുക, കുടുംബം തകർക്കുക. അങ്ങനെ പലതും മാരണത്തിലൂടെ പിശാചിനെ കൂട്ടുപിടിച്ചിട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വലിയ തിന്മയാണ്, വലിയ തിന്മയാണ് അത്. 7 വൻപാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഗൗരവമുള്ള തെറ്റാണ്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചെറിയൊരു വാസനയിലേക്ക് പോലും ഒരു വിശ്വാസി കടന്നു പോകാൻ പാടില്ല, ഗൗരവമുള്ളതാണ്. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, അതൊക്കെ അദാവത്ത്, ശത്രുത വരുമ്പോൾ അതൊക്കെ സർവ്വസാധാരണമായി ജനങ്ങൾ ചെയ്യുന്നൊരവസ്ഥയുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ആഖിബത്ത് അതൊന്ന് കണ്ടറിയേണ്ടതാണ്. അവിടെ അവസാനം ഇതിൻ്റെ പ്രത്യാഘാതം, ഇതിൻ്റെ അദാബ്, ശിക്ഷ വരുന്നത് ഏറ്റവും ശക്തമായ രീതിയിലാണ്. അത് ചിന്തിക്കില്ല ചെയ്യുമ്പോൾ, പക്ഷെ പിന്നീട് പുറകെ പണി വരും. അപ്പോൾ ഏതായിരുന്നാലും അത് ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ് സിഹർ, മാരണം. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കൾ പല നിലക്കും ഉപദ്രവിക്കാൻ നോക്കി. അതൊന്നും കണ്ട് ഏൽക്കുന്നില്ല. മൊത്തത്തിൽ അമ്പിയാക്കൾക്ക് കാവലുണ്ടാകുമല്ലോ, സ്വാലിഹീങ്ങളായ ആളുകൾക്ക് മൊത്തത്തിൽ എല്ലാ ശുറൂറുകളും, എല്ലാവിധ ഷെറുകളെ തൊട്ടും ആഫാത്ത് മുസീബാത്തുകളെ തൊട്ടും ഒരു ഹിഫ്ള്, കാവൽ അള്ളാഹു ഇട്ടു കൊടുക്കും. അത് അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മാത്രമല്ല, സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ദിക്ർ ചൊല്ലുന്ന, നിസ്കാരം കൃത്യമാക്കുന്ന, ദിക്റും സ്വലാത്തൊക്കെ സാന്ദർഭികമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നവർക്കൊരു കാവലുണ്ടാകും. അത് തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം നമ്മുടെ ശരീരത്തിന്, നമ്മളൊരു ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു ശരീരത്തിന് ഒരു വീട്ടിൽ ഒരാൾ രോഗിയായി എന്ന് കരുതി ആ രോഗം ശരീരത്തിലേക്ക് കയറൂല.
ഒരു രോഗം പകരില്ല, നമ്മുടെ ശരീരത്തിലേക്ക് അതിൻ്റെ രോഗാണുക്കൾ കയറില്ല. എന്താ കാരണം? ഇമ്മ്യൂണിറ്റിയാണ്. രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ ശക്തി അയാളുടെ ശരീരത്തിനുണ്ട്, പെട്ടെന്നൊന്നും രോഗം ഉണ്ടാവില്ല എന്ന് പറയും പോലെ പ്രിയപ്പെട്ടവരെ, ഈ ഷെറുകൾ, അത് അസൂയ, ഹസദാണെങ്കിലും അദാവത്ത്, ശത്രുതയാണെങ്കിലും സിഹറാണെങ്കിലും കണ്ണേറാണെങ്കിലും നാവേറാണെങ്കിലും ഒന്നും, അതൊക്കെ സത്യമാണ്, വാസ്തവമാണ്. ഇതൊന്നും ചുമ്മാ പൊള്ളു പറയല്ല, വാസ്തവമാണ് ഈ സംഭവങ്ങളും ഈ ഷെറുകളൊക്കെ. ഇത് ബാധിക്കാതിരിക്കാൻ വേണ്ടി സ്വാലിഹായ മനുഷ്യന് ദിക്റും നിസ്കാരവും ഖുർആനൊക്കെ ഉള്ള ആൾക്കൊരു പ്രത്യേക കാവലുണ്ടാവും. ആ കാവലിനെ ഭേദിച്ച് കിടക്കും പലപ്പോഴും. അത് ഷെറ് കൂടുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വിധിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊരു പക്ഷേ അന്ന് ചൊല്ലേണ്ട ദിക്റ് മറന്നുപോകും. ആ സെക്കൻഡിൽ കയറും പ്രശ്നം. പലതുമാകാം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ 18 അടവും പ്രയോഗിച്ച് രക്ഷയില്ല എന്ന് ഒരു ചർച്ച ജൂതന്മാർക്കിടയിൽ ഡിസ്കസ് വന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു? അവരിൽ മാരണം ചെയ്യാൻ, സിഹർ ചെയ്യാൻ പേര് കേട്ട കേമനായ ലബീദ് ബിൻ അസം എന്ന് പറയുന്ന ജൂതൻ്റെ സമീപത്തേക്ക് ഈ ജൂതന്മാരൊക്കെ പോയി. എന്നിട്ട് സ്വർണ്ണ നാണയങ്ങളൊക്കെ സമ്മാനം ഗിഫ്റ്റായി കൊടുത്തിട്ട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ആ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് വീഴ്ത്തണം, നിങ്ങൾ കൊടിയ മാരണം ചെയ്യണം, സിഹർ ചെയ്ത് നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ, പാരിതോഷികം കിട്ടിയപ്പോൾ ലബീദ് ബിൻ അസം എന്ന് പറയുന്ന ജൂതനും അയാളുടെ കുടുംബക്കാർ, അയാളുടെ പെണ്ണുങ്ങളൊക്കെ ചേർന്നുകൊണ്ട്, ഭാര്യമാരൊക്കെ ചേർന്നുകൊണ്ട് സഹായിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ശക്തമായ സിഹർ ചെയ്യുകയാണ്. അതൊരു സാധാരണക്കാരന് പിടിച്ചുക്കാൻ പറ്റില്ല, തകർന്നു തരിപ്പണായി പോകും. അത്ര ശക്തമായ സിഹറ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിതാബിൽ കാണാം, 6 മാസത്തോളം ക്ഷീണമായിട്ട് കിടന്നുപോയെന്നാണ്. മനസ്സിന് ഓർമ്മയ്ക്കൊന്നും പ്രശ്നം ഉണ്ടായില്ല. അത് അള്ളാഹുവിൻ്റെ പ്രത്യേക ഒരു കാവലാണ്. ഓർമ്മ, മനസ്സിന് പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ഫിസിക്കലി, ശാരീരികമായി ടയേർഡായി പോയി. അത്ര ശക്തമായ സിഹറാണ്. വേറൊരാൾക്കാണെങ്കിൽ താങ്ങാൻ പറ്റില്ല. അത്രയും ശക്തമായ സിഹർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ചെയ്തു എന്നാണ്. സിഹർ ചെയ്ത കുടുംബം തകരും, ഭാര്യ ഭർത്താക്കൾ തമ്മിൽ എന്നേക്കുമായി ഡിവോഴ്സായി പോകുന്ന തരത്തിൽ അപകടങ്ങൾ സംഭവിക്കും. ആക്സിഡൻറ്റുകൾ, അത് നമ്മൾ ഓടിച്ചു കൊണ്ടുപോകുന്ന വാഹനങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ അപകടത്തിൽപ്പെടും ഈ ഷെറുകൾ ബാധിച്ചാൽ. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നിത്യരോഗിയായിട്ട് മാറും. എപ്പോഴും രോഗം മാറുന്നില്ല, വേദന മാറുന്നില്ല. അതേപോലെ തന്നെ മരണം പോലും സംഭവിക്കുന്ന ശക്തമായ സിഹറുകൾ. കണ്ണേറോ ഒട്ട് മോശമാണോ? സിഹറിനെ മറികടക്കും ചിലപ്പോൾ കണ്ണേറ്. കാരണം കണ്ണേർ കൊണ്ട് ആളുകൾക്ക് മരണം സംഭവിക്കും എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഖദറിൻ്റെ അടിസ്ഥാനത്തിൽ മരിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായുള്ള മരണം. ആ മരണം ഉണ്ട്. അതേപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ എൻ്റെ ഉമ്മത്തിൽ കൂടുതൽ ആളുകൾ മരിക്കാനുള്ള ഒരു സബബായി വരുന്നത് മരണമൊക്കെ തീരുമാനിക്കുന്ന പടച്ചവനാണ്. മരണത്തിൻ്റെയും ജനനത്തിൻ്റെയും തീരുമാനം അള്ളാഹ്ക്ക് മാത്രമാണ്. പക്ഷെ മരണത്തിൻ്റെ എൻ്റെ ഉമ്മത്തിൽ ഭൂരിഭാഗം ആളുകളുടെയും മരണത്തിൻ്റെ കാരണം കണ്ണീറിൻ്റെ ദോഷങ്ങളാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് സാന്ദർഭികമായി കൃത്യമായി ദിക്റുകൾ ഖുർആനോത്ത് വേണമെന്ന് പറയുന്നത്. അതിൻ്റെ ഗൗരവമൊക്കെ പറയുമ്പോൾ യൂട്യൂബിലെ മുസ്ലിയാക്കന്മാർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് ആളുകൾ ആക്ഷേപിച്ചു മാറുകയാണ്. കൊടുക്കേണ്ടി വരുന്ന വില ഭീമമായ വിലയാണ്. കാരണം ഈ ഹദീസുകളും ഈ ദിക്റുകളും സ്വലാത്തുകളും നമ്മളെ പഠിപ്പിച്ച ആരാണ്? പുണ്യ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈ ഖൗമിന് കൂടുതൽ അള്ളാഹു സൗകര്യം ചെയ്തപ്പോൾ വീട്ടിലിരുന്നിട്ട് പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് കാണാൻ സൗകര്യപ്പെട്ടു. അല്ലെങ്കിൽ ഇതൊക്കെ ദർസിൽ പോയി പഠിക്കുന്നവർക്ക്, ഉസ്താദുമാർക്ക് മാത്രം അറിഞ്ഞുകൊണ്ടിരുന്ന പല സംഗതികളും നമുക്ക് യഥേഷ്ടം അറിയാനൊരു ഭാഗ്യം തന്നില്ലേ അള്ളാഹു. അതിന് സ്തുതിക്കാണ് വേണ്ടത്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദിക്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം. അതൊക്കെ പ്രത്യേകിച്ച് കാവലിൻ്റെ ദിക്റുകൾ, സൂറത്തുകളൊക്കെ നമ്മൾ പാരായണം ചെയ്യണം. വലിയ അപകടത്തിൽ നിന്ന് സലാമത്താകാൻ നമുക്ക് ഇതൊക്കെ വലിയൊരു കാരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നെ വലിയ ശക്തമായി സിഹർ ചെയ്യപ്പെട്ടു. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്, ഒരാൾക്ക് സിഹർ ഏറ്റാൽ, മാരണമേറ്റാൽ, കണ്ണേറേറ്റാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടവർ ചെന്നുപെടുന്ന മേഖല ഭൂരിഭാഗവും, എല്ലാം അങ്ങനെയാണെന്നല്ല പറയുന്നത്, ഭൂരിഭാഗവും വലിയ ചതിയും വഞ്ചനയുമാണ്. അതിൻ്റെ ചികിത്സാരികളെന്ന് പറയുന്ന പലരും പ്രിയപ്പെട്ടവരെ കൃത്യമായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആളുകൾ അത് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്തൊരു സഹോദരി പറഞ്ഞു, 3 ലക്ഷത്തോളം രൂപ ഉസ്താദേ ഞാൻ ചെലവഴിച്ചു, ഒരു മാറ്റം ഉണ്ടായില്ല. എവിടെയാണ്? ചതിക്കപ്പെടുകയാണ്. എവിടെയാണ് പോകേണ്ടതെന്ന് അറിഞ്ഞൂടാ, ആരെയാണ് ഇതിനെ സമീപിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. നന്നായിട്ടൊന്ന് മന്ത്രിച്ചാൽ, നാവിന് അസറുള്ള മുഅ്മിനീങ്ങൾ, സ്വാലിഹീങ്ങൾ മന്ത്രിക്കണം, അപ്പോഴേ ഫലം ഉണ്ടാവുള്ളൂ. ചുമ്മാ കോലം മട്ടൊന്നും കണ്ടിട്ട് കാര്യമില്ല, സ്വാലിഹീങ്ങളാകണം. അവർ മന്ത്രിച്ചാൽ ഫലം ഉണ്ടാവും. അതിനെവിടെയാണ് പോവുക? ആളെവിടെ? അപ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെടും. അപ്പോൾ
തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അങ്ങനെ പല അപകടങ്ങളും സംഭവിക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലബീദ് എന്ന് പറയുന്ന ആ വലിയ ജൂതനായ ആ മനുഷ്യനും അയാളുടെ പെണ്ണുങ്ങളും കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ പിശാചിനെ കുട്ടിപിടിച്ചുകൊണ്ട് മാരണം ചെയ്യുകയാണ്, സിഹർ ചെയ്യുകയാണ് എന്ന് കാണാം. അതായത് ഈ വില്ലിൻ്റെ അമ്പും വില്ലുണ്ടല്ലോ, അതിൽ വില്ലിൻ്റെ ചരടുണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ തൊടുത്തുവിടുന്ന വലിക്കുന്ന ചരട്, ആ ചരടിനകത്ത് ദുർമന്ത്രങ്ങളും പിശാചിനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള വലിയ അപകടം വരുത്താനുള്ള ദുർമന്ത്രങ്ങൾ സാഹിര്യങ്ങളായ ആളുകൾക്കറിയാം. അവരത് ചൊല്ലിയിട്ട് ഓതിയിട്ട് അതിൽ കെട്ടുകൾ 11ഓളം കെട്ടുകൾ ആ ചരടിൽ കെട്ടിയിട്ടു എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മെഴുകു പ്രതിമ, മെഴുക് ആൾരൂപം, അവിടുത്തെ അതേ രൂപം പോലത്തെ ആൾരൂപം ഉണ്ടാക്കി അതിൽ കെട്ടിബന്ധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഊരിപ്പോയിരുന്ന അവിടുത്തെ ശഅറെ മുബാറക്ക്, അവിടുത്തെ മുബാറക്കായ മുടിരോമങ്ങൾ അത് സംഘടിപ്പിച്ചു. അതേപോലെ തന്നെ ചീറുപ്പിൻ്റെ ഏതാനും പല്ലുകൾ സംഘടിപ്പിച്ചു. അതൊക്കെ ഇവർ സംഘടിപ്പിച്ചു. കാരണം ഈ മസ്ഹൂറുകൾ സിഹർ ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളായ ആളുകൾക്ക് അറിയാം എന്തൊക്കെ വേണ്ടതെന്ന്, കണ്ടന്റുകൾ അതൊക്കെ സംഘടിപ്പിച്ചു. അതൊക്കെ വളരെ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ തലമുടികൾ പിന്നെ രോമങ്ങൾ പൊഴിഞ്ഞു പോയാൽ, നഖം മുറിച്ചാൽ കൃത്യമായി ബിസ്മി ചൊല്ലിയിട്ട് കുഴിച്ചു മൂടണമെന്ന് പറയുന്നത്. മനുഷ്യരെടുത്തില്ലെങ്കിൽ പലപ്പോഴും ജിന്നുകൾ അതെടുത്തു കൊണ്ടുപോയിട്ട് സിഹർ ചെയ്യപ്പെടാനൊക്കെ കാരണമാകും. വലിയ ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് ദുർമന്ത്രമൊക്കെ ചൊല്ലിയിട്ട് പിശാചുക്കളെ, കൊടിയ പിശാചുകളൊക്കെ കൂട്ടുപിടിച്ചിട്ട് ഹരീസ് എന്ന് പറയുന്ന കിണറ്റിലേക്ക് ഈ മാരണത്തിൻ്റെ വസ്തുക്കൾ നിക്ഷേപിച്ചു. അതിൻ്റെ ചുറ്റുഭാഗത്തും ആ സിഹറിൻ്റെ കാഠിന്യം കൊണ്ട് ആ കിണറിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഇത്തപ്പനകൾ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ കത്തിക്കരിഞ്ഞു പോയി, ഉണങ്ങിപ്പോയി എന്ന് നമുക്ക് തഫ്സീറിൻ്റെ കിതാബിൽ കാണാം. അത്ര ഗൗരവമുള്ള സിഹറാണ് അവിടെ ചെയ്തത്. അപ്പോൾ ഈ പറയപ്പെട്ട സിഹർ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തളർച്ചയായി വയ്യാതെയായി 6 മാസത്തോളം എൻ്റെ പ്രയാസങ്ങളുണ്ടായി, ശാരീരികമായിട്ടുണ്ടായി. ഈ പ്രയാസത്തിൽ നിന്ന് സലാമത്താകാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തലയുടെ ഭാഗത്ത്, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കാലിൻ്റെ ഭാഗത്ത് നിന്നിട്ട് പരസ്പരം ചർച്ച. നബി തങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. എന്താണ് റസൂലിന് സംഭവിച്ചത്? സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ഹൂറാൻ സിഹർ ചെയ്യപ്പെട്ടതാണ്. ആരാണ് ചെയ്ത്? ലബീദ് ബിൻ അഅ്സം പേരൊക്കെ പറഞ്ഞു. എന്തിലാണ് ചെയ്ത്? ഇന്ന കാര്യങ്ങളിലാണ്. അത് ബാത്തുലാക്കാനുള്ള പരിപാടി പറഞ്ഞു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പരിശുദ്ധമായ ഖുർആനിൻ്റെ 113, 114 ലാസ്റ്റ് 2 സൂറത്തുകൾ, സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും, ഈ 2 സൂറത്തിൽ അവതരിക്കുന്നത് ഈ സിഹർ ബാത്തിലാക്കാനാണ്. ആ ചരട് ആ കിണറ്റിൽ നിന്ന് എടുത്തിട്ട് ഓരോ ചരടുകളും ഓരോ കെട്ടുകളും അഴിക്കുന്നു, ഓരോ ആയത്തോതി. അപ്പോൾ 5 ആയത്തുകൾ സൂറത്തുൽ ഫലക്ക്, 6 ആയത്തുകൾ സൂറത്തുൽ നാസ്. ഇത് ഓരോ ആയത്തുകൾ ഇങ്ങനെ ഓതി ഓരോ കെട്ടുകൾ ഇങ്ങനെ അഴിക്കുന്നു, ആ സിഹർ ബാത്തിലാക്കുന്നു. അങ്ങനെ 11ഓളം കെട്ടുകൾ 11 ആയത്തുകൾ ഓതിയിട്ട് പാരായണം ചെയ്തിട്ട് ബാത്തിലാക്കി കളയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, അത്ര വലിയ കൊടിയ സിഹർ ബാത്തിലാക്കാൻ, ആ വലിയ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് നുസൂലായത് ഏത് സൂറത്ത്? സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും, വിശിഷ്യ സൂറത്തുൽ ഫലക്ക്. അത് ഓതി വരുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് അസൂയക്കാരുടെ അസൂയ, അതിൽ നിന്നൊക്കെ കാവൽ ചോദിച്ചുകൊണ്ടുള്ള സൂറത്താണ്. പിന്നെ പൈശാചികമായ വസ്വാസികൾ, പ്രശ്നങ്ങൾ, മനുഷ്യ ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചുക്കളുടെ പ്രശ്നങ്ങളെ തൊട്ട് കാവൽ ചോദിച്ചുകൊണ്ടാണ് സൂറത്തുൽ നാസ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഈ സൂറത്തുകൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ കാവലിൻ്റെ സൂറത്താണ്. പ്രത്യേകിച്ച് സൂറത്തുൽ ഫലക്ക്. സൂറത്തുൽ ഫലക്ക് നമുക്ക് ഏൽക്കാവുന്ന അദാവത്ത്, ശത്രുത, അസൂയ, ഇതൊക്കെ വലിയ പ്രശ്നമാണ്. അസൂയക്കാരായ, നമ്മളോട് അസൂയ വെക്കുമെന്ന് കണ്ടാൽ, എത്ര ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണെങ്കിലും നമ്മളോട് അസൂയ ഒരു വെക്കുമെന്ന് കണ്ടാൽ, എത്ര വലിയ കുടുംബക്കാരനാണെങ്കിലും നമ്മുടെ നിഅമത്തുകൾ നമ്മൾ മറച്ചു വെക്കണമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്ന, വലിയ റാഹത്തുണ്ടാകുന്ന ഒരു കാര്യം നമുക്ക് ഒക്കെയായി കിട്ടിയ, സാമ്പത്തികമാകാം, അത് പഠനപരമാകാം, കുടുംബപരമാകാം, മറ്റു സൗകര്യങ്ങളാകാം, എന്തുമാകാം, ആ നിഅമത്ത് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. നമ്മൾ ഷെയർ ചെയ്യും. ഷെയർ ചെയ്യുന്നവരിൽ പലരും ആരാണ്? നമ്മളോട് അസൂയുള്ളവരാണ്. അത് ചിലപ്പോൾ സ്വന്തം വീട്ടിലാകാം, അയൽവക്കത്താകാം, ആരുമാകാം, ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ. ആ അസൂയാലുക്കൾ ഇത് കേൾക്കുമ്പോൾ, അവനത് കിട്ടിയോ എന്ന് കരുതിയിട്ട് മനസ്സിൽ നിന്ന് വരുന്നൊരു ആന്തലുണ്ട്. അത് അസൂയ കൊണ്ടുവരുന്ന വലിയ വിശാമ്പുകളാണ്. അത് തകർത്തിക്കളയും. നമ്മുടെ ആ മേഖല പൊളിഞ്ഞു പോകും, അത് കയ്യിൽ നിന്ന് പോകും, ആ കച്ചവടം തകരും, ആ വാഹനം നഷ്ടപ്പെടും, അപകടത്തിൽപ്പെടും. അല്ലെങ്കിൽ നല്ലോണം പഠിച്ചുകൊണ്ടിരുന്നവരാണ്, മക്കളൊന്നും അല്ലാണ്ടായിപ്പോവും. ഇതൊക്കെ ഈ ഹാസിദീങ്ങളുടെ, അതാണ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ, അതായത് അസൂയ വെക്കുന്നവരുടെ അസൂയയിൽ നിന്നും കാവൽ ചോദിച്ചുകൊണ്ട്.
വിധങ്ങൾ പറയാണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അസൂയക്കാർക്ക് നിങ്ങൾ നിങ്ങളുടെ നിഅമത്ത് അനുഗ്രഹങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല. ഒരു അനുഗ്രഹം നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ പരമാവധി പറയേണ്ടടുത്ത് പറയണം. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിൽ ഷെയർ ചെയ്യുന്ന അവസ്ഥ. പലപ്പോഴും നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുന്ന സ്ഥാപനത്തിൻ്റെ, നമ്മുടെ വീടിൻ്റെ, ഇതൊക്കെ പലപ്പോഴും നമ്മൾ സ്റ്റാറ്റസ് വെക്കുമ്പോൾ ഇതിങ്ങനെ കാണുന്ന 100 ആളുകളും നമ്മളോട് നസീഹത്തുള്ള ആളുകളല്ല, നമ്മളോട് നല്ല രീതിയിലുള്ള സമീപനമുള്ളവരല്ല, നല്ല ഉപദേശക്കാരല്ല, അസൂയക്കാരാണ്. അപ്പോൾ ഓരോരോ കമൻറ്റ് പറയും. ആ കമൻറ്റുകൾ വലിയ പ്രയാസം, സാരമായ പ്രശ്നങ്ങൾ നമ്മുടെ ആ ലൈഫുമായി ബന്ധപ്പെട്ട് വരും സാധ്യത കൂടുതലാണ്, ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയൊരു കാവൽ നിലനിൽക്കാൻ പരിശുദ്ധമായ സൂറത്തുൽ ഫലക്ക് തീർച്ചയായിട്ടും നമ്മൾ പാരായണം ചെയ്യണം. ഒരു വട്ടെങ്കിലും ഒരു ദിവസം ഓതണം. സൂറത്തു നാസും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്തി കൊടുക്കണം. അത് ഓതാത്തൊരു ദിവസം ഉണ്ടാകാൻ പാടില്ല. അത് വലിയ കാവലാണ്, വലിയ ബർക്കത്താണ്. ഈ പരിശുദ്ധമായ 2 സൂറത്തുകൾ, പ്രത്യേകിച്ച് സൂറത്തുൽ ഇഖ്ലാസ് കൂടെ ചേർത്താൽ ഏറ്റവും നല്ലത്. സുബഹിസ്കാരം കഴിഞ്ഞതിൻ്റെ ദിക്റുകൾ കഴിഞ്ഞിട്ട് സൂറത്തുൽ ഇഖ്ലാസും ഫലക്കും നാസും, ഈ 3 സൂറത്തുകൾ 3 വീതം ഓരോ സൂറത്തുകളും പാരായണം ചെയ്താൽ അന്നത്തെ ദിവസം അത് മതിയാകുന്ന, വേറെ ഒന്നും ചൊല്ലിയില്ല ഓതിയില്ലെങ്കിലും ഇത് മതിയാകും. അവന് എല്ലാ കാവലും ബർക്കത്തുണ്ടാവും. അത് തന്നെ മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഓതിയാൽ പിറ്റേന്ന് സുബഹി വരെ കാവലായിരിക്കും. വലിയ ബെനിഫിറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും മുടങ്ങാതെ പാരായണം ചെയ്യുന്നൊരവസ്ഥ, പ്രത്യേകിച്ച് സിഹറിൻ്റെ പ്രയാസങ്ങൾ, കണ്ണീറിൻ്റെ പ്രയാസം ഏറ്റിട്ടുണ്ട്, വിഷമമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ, നമ്മളൊന്നും അറിയാൻ പാടില്ലാത്ത ആളുടെ അടുത്ത് പോയി പൈസ വാരി കൊടുക്കല്ല, നമ്മൾ അതിൻ്റെ ഫസ്റ്റ് എയ്ഡായിട്ട് നമ്മൾ ബോധ്യപ്പെട്ടാൽ നമ്മൾ പരിശുദ്ധമായ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും 50 വീതം ഡെയിലി പാരായണം ചെയ്യുക. 21 ദിവസം മുടങ്ങാതെ, അല്ലെങ്കിൽ 41 ദിവസം. ഭയങ്കരമായ അത്ഭുതകരമായ ചേഞ്ചിങ് ഉണ്ടാവും. ഷെറുകൾ ഇറങ്ങും. അത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങിയ സുഹൃത്തുക്കളാണ്, പിന്നെ വേറെ എന്താണ്? അപ്പോൾ തീർച്ചയായിട്ടും അതിനെ പരിഗണിക്കണം. പ്രത്യേകിച്ച് എല്ലാ ദിവസത്തെയും രാത്രി കിടക്കാൻ വേണ്ടി വിരിപ്പിലിരുന്നാൽ സൂറത്തുൽ ഇഖ്ലാസ്, ഫലക്ക്, നാസ് 3 സൂറത്തുകൾ 3 വട്ടം ഓതണം. ഓരോ സൂറത്തുകളും 3 വട്ടം വീതം പാരായണം ചെയ്യണം. കയ്യിലേക്ക് ഇസ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതണം. അത് മുഖത്തും കൈ എവിടെയാണോ ടച്ച് ചെയ്യാൻ പറ്റുന്ന ആ ഭാഗത്തും മുഴുവനും തടവി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും കൂടെയാണ്, കിടക്കാൻ നേരത്തുള്ള അവിടുത്തെ സുന്നത്താണ്. ആ നീയത്ത് വെച്ചിട്ടാകുമ്പോൾ കൂലി കൂടുതൽ കിട്ടും. ഇങ്ങനെ ഓതിയിട്ട് അത് 3 വട്ടം ആവർത്തി ചെയ്താൽ ഏറ്റവും നല്ലതാണ്. കാരണം സുബഹി വരെ പിന്നെ ഒന്നും ബാധിക്കില്ല. ഖൈറല്ലാതെ ഒരു ഷെറും ഉണ്ടാവില്ല, ഒരു അപകട രോഗമൊന്നും ഉണ്ടാവില്ല, രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടാവില്ല, വലിയ കാവലുണ്ടാവും. ഇത് മുടങ്ങാതെ ചെയ്യണം. സഹോദരിമാർ, പീരീഡ്സിൻ്റെ സമയത്ത് ഞാൻ സാധാരണ ചെയ്യുന്നൊരു വെറുതെ ഒരു ദിക്റാണ് എന്നുള്ള ഒരു കാവലിൻ്റെ ദിക്ർ എന്നുള്ള നെയ്യത്തിൽ ഇങ്ങനെ തന്നെ ഓതി ശരീരമാസകരം തടവണം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മുടങ്ങാതെ ചെയ്തിരുന്നു എന്ന് കാണാം. അവിടുന്ന് വഫാത്തിൻ്റെ രോഗത്തിൽ കിടക്കുമ്പോൾ പറ്റൂല അവിടത്തിന് ചൊല്ലാൻ, ഇത് ഓതാൻ പറ്റൂല. അപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു തആല, കാരണം അവിടത്തിന് ഇഷ്ടമാണെന്നറിയാം, ഇത് മുടങ്ങാത്ത അമലാണെന്നറിയാം, ആയിഷ ബിബി റളിയല്ലാഹു തആല എന്ത് ചെയ്യും, ഈ സൂറത്തുകൾ പാരായണം ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വന്തം കയ്യിലല്ല, കുറച്ചുകൂടെ മുബാറക്കായിക്കോട്ടെ, ബർക്കത്തായിക്കോട്ടെ, അവിടെ തന്നെ മനോഹരമായ പഞ്ഞി പോലത്തെ കൈകൾ കയ്യിലേക്ക് എടുത്തിട്ട് അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലേക്ക് ആയിഷ ബിബി ഓതിയിട്ട് ഈ സൂറത്ത് ഓതിയിട്ട് ഊതും. എന്നിട്ട് അവിടുത്തെ കൈ കൊണ്ട് തന്നെ ശരീരം തടവി കൊടുക്കും എന്ന് എവിടെ വഫാത്തിൻ്റെ മരണരോഗത്തിൽ കിടക്കുമ്പോൾ പോലും ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് കിതാബിൽ കാണാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരുപാട് ഖൈറുകൾ നൽകുന്ന, ഒരുപാട് ഷർറുകൾ തട്ടിമാറിപ്പോകുന്ന സൂറത്താണ് സൂറത്തുൽ ഫലഖ്. അതേപോലെ തന്നെ സൂറത്തുൻ നാസ്, സൂറത്തുൽ ഇഖ്ലാസോടെ ചേർത്ത് പാരായണം ചെയ്യാൻ സാധിച്ചാൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് പ്രയാസങ്ങൾ എന്തെങ്കിലും നേരിട്ടാൽ, ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് മടങ്ങി വന്നു, നമുക്കോ മക്കൾക്കോ എന്തൊരു അസ്വസ്ഥത, അപ്പോൾ നമ്മൾ പോയ ഫംഗ്ഷനിലോ പരിപാടിയിലോ ആരെയാണ് കമൻറ്റോ നോട്ടമോ മറ്റു പ്രയാസമായിട്ടുണ്ടാവും. അതാണ് ഒരു അസ്വസ്ഥത യാത്ര കഴിഞ്ഞ് വരുമ്പോൾ. അങ്ങനെ എപ്പോൾ അസ്വസ്ഥത അനുഭവപ്പെട്ടാലും ഫാത്തിഹ സൂറത്ത്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, നാസ്, ഈ സൂറത്ത്, അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു സ്വലാത്ത്, ഇവ ഓരോന്നും 7 വട്ടം ഇത് ഓതിയിട്ട് അയാളെ ഇസ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ വെള്ളത്തിൽ മന്ത്രിച്ച് അവർ കുടിച്ചാൽ ഭയങ്കര അത്ഭുതകരമായ ഭയങ്കര ശിഫ ഉണ്ടാവും, കാവലുണ്ടാവും. അത് കണ്ണീർ, അതേപോലെ തന്നെ ആസദ്, അസൂയ, നാവിൻ്റെ ദോഷം, ഇതൊക്കെ ഷർറുകളിലെ കാരണമാണ് ഉണ്ടാകുന്നത്, ഒക്കെ തട്ടിമാറിപ്പോകും. പരമാവധി ഉപയോഗപ്പെടുത്തണം. സൂറത്തുൽ ഫലഖ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രഗത്ഭമായ ഭാഗമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുടങ്ങാതെ ഓതാനും അതിൻ്റെ ബറക്കത്തുകൾ സ്വീകരിക്കാനും വലിയ തൗഫീഖ് നൽകട്ടെ. വാഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്
ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله.